മക്കളെ വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ് ഇറ്റ്സ് മീ വടകൻ. ഒമ്പതാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പവറായിട്ടാണ് സാർ ഇന്ന് വന്നിട്ടുള്ളത്. മക്കളെ ശരിക്കും പറഞ്ഞ കഴിഞ്ഞ വർഷത്തെ സിലബസ് എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലായിരുന്നു അഞ്ചാമത്തെ ചാപ്റ്റർ അല്ലെ. കഴിഞ്ഞുള്ള 4ാമത്തെ ചാപ്റ്റർ ആയിരുന്നു. ഇക്കൊല്ലം 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെ വെട്ടിമുറിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ദാറ്റ് ഈസ് 9ാമത്തെ ചാപ്റ്റർ. ഒരു ചെറിയ മാപ്പിള പാട്ടോട് കൂടി സാറ് പാട്ട് തുടങ്ങാം. ഏതാ പാട്ടുന്നല്ലേ? യെസ്, മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി ഹാത്തിമുൻ നബിയെ വിളിച്ച് കച്ചവടത്തിനയച്ച് കണ്ട നേരം കൽബിനുള്ളിൽ മോഹമുദിച്ചു. പോളിനോമിയൽ ആൻഡ് ഇക്വേഷൻ എന്ന് പറയുന്ന 9ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ്. നേരത്തെ പാടിയ പാട്ട് പോലെ തന്നെ നമ്മൾ ഈ ചാപ്റ്റർ സെറ്റാക്കി അടിപൊളിയാക്കി പോകുന്നതാണ്. യെസ്, മൂവിങ് ടു ദ ചാപ്റ്റർ. ഒന്നാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് നമ്പർ 1. എന്താ കോൺസെപ്റ്റ് നമ്പർ 1 എന്ന് അറിയാം മക്കളെ? രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഉണ്ട്. എക്സ് പ്ലസ് എ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും, എന്താ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, എന്താണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നോക്കാം. വളരെ ഈസിയാണ്. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുമ്പം ഒരു ഇക്വേഷൻ്റെ തലയിൽ ഏറ്റവും വലിയ തലക്കെട്ട് 1 ആയിരിക്കും. ഫോർ എൻ എക്സാമ്പിൾ, ഈ ഇക്വേഷനിൽ നോക്കിയേ, x⁻1 ഉണ്ട്. ഇതേ സാധനം x² + 2x + 3, ഈ സാധനത്തിൽ ഏറ്റവും വലിയ തലക്കെട്ട് ആരാ? 2 ആണ്. ഈ സാധനത്തിൽ ഏറ്റവും വലിയ തലക്കെട്ട് ആരാ? 1 ആണ്. ഇനി നോക്കി, x² + x⁻3 + 4x + 5. ഈ ഇക്വേഷൻ നോക്കി, ഇതിൽ ഏറ്റവും വലിയ തലക്കെട്ട് ആരാ? ഫസ്റ്റ് 2, പക്ഷെ ഏറ്റവും വലിയ തലക്കെട്ട് ആരാ? 3 ആണ്. സോ ദിസ് ഈസ് കോൾഡ് തേർഡ് ഡിഗ്രി ഇക്വേഷൻ. എത്ര ഡിഗ്രി ഇക്വേഷൻ? തേർഡ് ഡിഗ്രി ഇക്വേഷൻ. രണ്ടാമത്തത് എന്താടാ? ദാറ്റ് ഈസ് നോൺ ആസ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. എന്ത് ഡിഗ്രി? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ആദ്യത്തതോ? ആദ്യത്തെ ഒന്ന് കാണാനൊന്നുമില്ല, പക്ഷെ അതാണ് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. എന്ത് ഡിഗ്രി ഇക്വേഷൻ? ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എന്താ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്താ, തേർഡ് ഡിഗ്രി ഇക്വേഷൻ എന്താന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതൊക്കെ പോളിനോമിയൽസ് ആണ്, പല ഡിഗ്രിയിലുള്ള പോളിനോമിയൽസ് ആണ്. യെസ്, മൂവിങ് ടു ദ ഫസ്റ്റ് കോൺസെപ്റ്റ്. x+a എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. അടുത്തത് x+b എന്ന് പറയുന്ന മറ്റൊരു പോളിനോമിയൽ ഉണ്ട്. ഇത് ഫസ്റ്റ് ഡിഗ്രിയിൽ 2 പോളിനോമിയലാണ്. ഇത് രണ്ടിനെയും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും. തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറ്, 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിനെ നമ്മൾ എന്താക്കിയാൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ 2 ഫസ്റ്റ് ഡിഗ്രീനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഉണ്ടാവുന്നത്. യെസ്, ഇവിടേക്ക് നോക്കടാ. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഉണ്ട്, ഇവിടെ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഉണ്ട്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഉണ്ടാവും. എന്തുണ്ടാവും? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഉണ്ടാവും. ആ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന് ഒരു പ്രത്യേകതയുണ്ട് മക്കളെ. എന്താണ് ആ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രത്യേകത എന്നറിയോ? യെസ്, ഇറ്റ് വിൽ ബി ഓൾവേസ്, അത് എപ്പോഴും x². ആദ്യം ഇതിലുള്ള ആദ്യത്തെ നമ്പർ ആയിട്ടുള്ള x² ഉണ്ടാവും. പ്ലസ് അതിന് കൂടെ എന്താക്കിയാൽ മതി? ഇവിടെയുള്ള എയും ബിയും കൂടി കൂട്ടുക. a+b കൂട്ടിയിട്ട് അതിൻ്റെ അടുത്തൊരു x ഇടുക. കുഴപ്പമുണ്ടോ? എന്നിട്ട് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. a × b മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഫോർമാറ്റിലായിരിക്കും എന്നാണ് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ സാറ് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം ഞാൻ നോക്കിയേ, x+3 × x+4 ചെയ്തു. അപ്പം ഉണ്ടല്ലോ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടി x² അങ്ങനെ തന്നെ ഇടാം. പിന്നെ ഈ പറയുന്നത് അവിടെ നോക്കണേ, ഈ 3ഉം ഈ 4ഉം കൂടി ആഡ് ചെയ്യുക. 3ഉം 4ഉം കൂട്ടിയാൽ 7 ആണ്. അപ്പോൾ 7x. കുഴപ്പമുണ്ടോ? അടുത്തത് പ്ലസ് എന്താക്കണം? 3 × 4. ഈ നമ്പറും ഇതും മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 4 എത്രയാടാ? 3 × 4 12 ആണ്. എത്രയാണ്? 12 ആണ്. സെക്കൻഡ് ഡിഗ്രി ഉണ്ടാക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനൊരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. വളരെ 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 ഡേഞ്ചറസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. യെസ്, മൂവിങ് ടു ദ നെക്സ്റ്റ്. യെസ്, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. ഇതാ x+2ഉം x+5ഉം മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും എന്നാ ചോദിക്കുന്നത്. സാർ ഇപ്പൊ പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. വേഗം പറഞ്ഞത് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് x² +
2 into 5 2 into 5 10 എക്സ് ഇടണം അവിടെ. സോറി 2 into 5 അല്ല സാറേ, 2 + 5 ആണ്. ഇതാ 2ഉം 5ഉം കൂട്ടിയ 7. ശ്രദ്ധിക്ക് ഇൻറ്റു എക്സ് പ്ലസ് അടുത്ത് 2 into 5 10. ആൻസർ കിട്ടി. സെറ്റ് അല്ലേ? ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ സാറേ. എക്സ് -2 ഇൻറ്റു എക്സ് +5 എന്നാ പണ്ണുവേ? എന്ത് ചെയ്യടാ? ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് എക്സ് സ്ക്വയർ പ്ലസ് ഇതാ -2ഉം 5ഉം കൂടി ആഡ് ചെയ്യണം. -2 + 5 വലുതൊന്നും ചേർത്ത് കുറച്ച് വലുതിനെ ചിഹ്നം ഇടടാ. ആരാ? 5 -2 3 ആണ്. വലുതിന്റെ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് തന്നെ ഇടുന്നു. പ്ലസ് എക്സ് പ്ലസ് ഇനി ഇൻറ്റു ചെയ്യണം. -2 into 5 ചെയ്താൽ എത്രയാടാ? -10 അല്ലേ? -10 ഇവിടെ ഇട്ടാൽ എന്ത് വരും? യെസ്, ദ ഇക്വേഷൻ വിൽ ബിക്കം എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് മൈനസ് കൂടി വന്നാൽ മൈനസ് ആണ്, -10 എന്ന ആൻസർ കിട്ടും. സെറ്റ് ആണോടാ? യെസ്, ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കല്. ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. ഇത് എന്തായാലും പരീക്ഷയ്ക്ക് വരാൻ പോകുന്നതാണ്. ഈ പറയുന്ന ഡിസംബർ എക്സാമിന് നമുക്ക് കമ്പൾസറി ആണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. സെറ്റ് ആണോടാ? യെസ്, മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അടുത്തത് അടുത്തത് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് വരുന്ന മറ്റൊരു ചോദ്യമാണ് ഈ പറയുന്ന x² + x + 6 എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി തരും. നേരത്തെ നമുക്ക് 2 ഫസ്റ്റ് ഡിഗ്രി തന്നിട്ട് നമ്മളോട് അവിടെ നിന്നും സെക്കൻഡ് ഡിഗ്രി ഉണ്ടാക്കാനല്ലേ പറഞ്ഞത്. എന്നാൽ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി തന്നിട്ട് 2 ഫസ്റ്റ് ഡിഗ്രി ആക്കാൻ പറയും. അതിന് സാറെടുത്തൊരു ഉഡായിപ്പ് മെത്തേഡ് ഉണ്ട്. ഇവിടെ ശ്രദ്ധിച്ചോളി. സംഭവം എത്രയേ ഉള്ളൂ. യെസ്, a + b a into b ആര്? ശ്രദ്ധിക്കണേ. a into b ആര്? a + b ആര്? a ആര്? b ആര്? x + a x + b ആര്? ഈ 5 സ്റ്റെപ്പ് ചെയ്തോടുകൂടി പരിപാടി കഴിഞ്ഞു. ഇവിടെ നോക്കി, a into b എന്ന് പറഞ്ഞാൽ ആരാ? സിംഗിൾ ആണ്. ആരാ ഇവിടെ സിംഗിൾ ആയിട്ടുള്ളത്? ദാ -6 ആണ്. കുഴപ്പമുണ്ടോ? അതായത് അവസാനം നിൽക്കുന്ന നമ്പർ, അതിന്റെ മുന്നിലുള്ള സിമ്പിൾ നമ്മൾ എടുക്കണം കേട്ടോ. അടുത്ത് a + b എന്ന് പറഞ്ഞാൽ എക്സിന്റെ മുമ്പിൽ ആരും ഇല്ലല്ലോ സാറേ. ആരുണ്ടടാ? എക്സിന്റെ ഗേൾഫ്രണ്ട് ആരാ? എക്സിന്റെ ഗേൾഫ്രണ്ട് അവിടെ ഒരാളുണ്ട്. ആരാണ്? 1 ആണ്. നമ്മൾ കാണായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ കാണായിട്ടാണ്. അവിടെ ആ എക്സിന്റെ മുമ്പിലുള്ള നമ്പർ ആരാണോ, എക്സിന്റെ മുന്നിൽ ഇപ്പൊ 7 ഉണ്ടെങ്കിൽ ഇവിടെ a + b 7 ആണ്. ഇവിടെ ഇപ്പം ആരുമില്ലെങ്കിൽ ആരുണ്ട്? 1 ഉണ്ട് എന്നാണ് അർത്ഥം. സോ ദ ആൻസർ ഈസ് 1. ഒന്നും കൂടി ഞാൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഈ ഒരു ഇക്വേഷനിൽ ഇപ്പൊ സാർ വേറൊരു എക്സാമ്പിൾ കാണിച്ചു കേട്ടോ, നമുക്ക് ഒന്നുകൂടി മനസ്സിലാവും. x² + 7x - 8 പറയടാ. a into b ആരാ? a into b എന്ന് പറഞ്ഞാൽ അവസാനം -8 ആയതുകൊണ്ട് -8. അവിടെ +8 ആണെങ്കിൽ എന്താ വരിക? +8 വരിക. ഇനി a + b ആരാടാ? a + b ആരാ? എക്സിന്റെ മുമ്പിലുള്ള നമ്പർ, എക്സിന്റെ മുമ്പിൽ ഇതാക്കണ്ടോ? +7. സോ ഇവിടെ ആൻസർ എന്ത് വരും? 7 എന്ന് വരും. അവിടെ -7 ആയെങ്കിലോ -7 എന്ന് വരും. ഓക്കെ അല്ലേ? ഇപ്പൊ a into b യും a + b ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ പഠിച്ചു. സെറ്റ് അല്ലടാ? യെസ്. അടുത്തത് a ആര്? b ആര്? മക്കളെ, അപ്പൊ നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ a into b -6ഉം a + b 1ഉം വരുന്ന 2 നമ്പർ, അതായത് a ആര് b ആര് എന്നുള്ളത് ഈ പറയുന്ന കണ്ടീഷനിൽ നിന്നും a ആര് b ആര് എന്ന് കണ്ടുപിടിക്കണം. 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് -6 കിട്ടണം. എന്തൊക്കെ നമ്പർ ഉണ്ട്? 1 into 6 അല്ല, -1 into 6. -1 into 6 എത്രയാടാ? -1 into 6 -6 ആണ്. പക്ഷേ -1 + 6 എത്രയാ? വലുതിനും ചെറുത് കുറച്ച് വലുതിന്റെ ഡിജിറ്റ്, ദാറ്റ് ഈസ് 5. അപ്പൊ ഈ കണ്ടീഷൻ ശരിയാവോ? കണ്ടീഷൻ ശരിയാവില്ല. അപ്പൊ ഇതല്ല, ദിസ് ഈസ് നോട്ട്. അടുത്ത നമ്പർ എടുക്കുന്നു. നമ്മൾ അടുത്ത നമ്പർ എടുക്കുന്നു. ദാറ്റ് ഈസ് ഇനിയിപ്പം ഏതാ നോക്കുക? വേറെ ഏതെങ്കിലും നമ്പർ. 1 into -6. 1 into -6 -6 ആണ്. പക്ഷെ 1 + -6 എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലസും മൈനസ് കൂടി വരുമ്പോൾ എന്താ അവിടെ? മൈനസ് ആവൂലേ? സോ 1 - 6 ദാറ്റ് ഈസ് ഈക്വൽ ടു -5. അതാണോ? അല്ല, അതുമല്ല. അപ്പൊ അതും തെറ്റി. വേറെ ഏതാ 2 നമ്പർ ഉണ്ടാവുക? യെസ്, ഇവിടെ നോക്കിയേ 2 into -3. 2 into -3 എത്ര? 2 into -3 -6 ആണ്. 2 + -3 എത്രയാ? ദാറ്റ് ഈസ് 2 പ്ലസും മൈനസ് കൂടി വരുമ്പോൾ മൈനസ് ആവും. 2 - 3 എന്ന് പറഞ്ഞാൽ -1 ആണ്. അതാണോ? അല്ല, അതും തെറ്റി. അടുത്ത ഏതാ നമ്പറിൽ? 2 into -2 into 3. -2 into 3 എന്ന് പറഞ്ഞാൽ -6 അല്ലേ? യെസ്. അടുത്തതോ -2 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു +1. ദാ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് 2 ചുണക്കുട്ടികൾ -2ഉം 3യുമാണടാ നമ്മുടെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ a എന്ന് പറയുന്നത് ഞാൻ -2 എന്നും കൊടുത്തു, b എന്ന് പറയുന്നത് 3യും കൊടുത്തു. കുഴപ്പമുണ്ടോ? ഇനി ഈക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ അവിടെ? എക്സ് പ്ലസ് നോക്കണേ, എക്സ് പ്ലസ് എക്ക് പകരം -2 വരുന്നു ഇൻറ്റു എക്സ് പ്ലസ് ബിക്ക് പകരം 3 വരുന്നു.
കുഴപ്പമുണ്ടോ? അപ്പൊ താഴെ എഴുതുമ്പോൾ പറഞ്ഞേ എക്സ് പ്ലസും മൈനസും ഇതാ ഈ പ്ലസും മൈനസും എന്താ അവിടെ മൈനസ് ആവും. ദാറ്റ് ഈസ് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3 എന്ന് വരും. ഇതാണ് രണ്ട് ഫാക്ടർ ആക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ തന്നിട്ട് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആക്കാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പാണ് ഇത്. ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. യെസ് ഇറ്റ് ഈസ് ഓൾസോ വെരി ഡേഞ്ചറസ്. സെറ്റല്ലടാ, സെറ്റല്ലേ? സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ സാർ ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചിട്ടും ടെൻഷൻ ആവേണ്ട, വളരെ ഈസിയാണ്. ഇതിൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ഇത് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ടാണ്. കുഴപ്പമില്ലല്ലോ. ഇത് മെത്തേഡ് 1 മാത്രമാണ് കേട്ടോ. ഇതുപോലെ വേറെയും കുറേ മെത്തേഡുകളുണ്ട്. നമ്മൾ വേറൊരു മെത്തേഡ് ഡിസ്കസ് ചെയ്യും. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചെറിയൊരു ഇക്വേഷൻ ആണ്. പഠിക്കാൻ കുറച്ച് പണിയുണ്ട്, എന്നാലും സാർ പാടി പഠിപ്പിച്ചിരുന്നു നിങ്ങളെ. സോ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് ഒന്നാമതായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റുന്നത്, ചെയ്യാൻ പറ്റുന്നത്. യെസ് അതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി ഇതാ അവിടെ നോക്കിയേ. ഇവിടെ എ ഇൻറ്റു ബി ആരാന്നൊന്ന് പറഞ്ഞേ. എ ഇൻറ്റു ബി -6 ആണ് സാറേ. യെസ് എ പ്ലസ് ബി ആരാ? എ പ്ലസ് ബി എക്സിന്റെ മുമ്പിലുള്ള എക്സിന്റെ മുന്നിൽ വെറും ഒന്നുമില്ല സാറേ. ഒന്നുമില്ല എന്നല്ല, 1 ഉണ്ട്, അതിന്റെ മുന്നേ മൈനസും ഉണ്ട്. സോ ഇറ്റ് ഈസ് -1. എടാ -6ഉം -1ഉം വേണം. ആരാടാ? ഇവിടെ നോക്കണം. നമ്മൾ നേരത്തെ വിട്ടിട്ടുണ്ടല്ലോ. 2 - 3 അല്ലേ? യെസ് ഇറ്റ് ഈസ് 2 ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ -6 ആണ്. 2 പ്ലസ് -3 എന്ന് പറഞ്ഞാൽ 2 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലേ? യെസ്. അപ്പൊ എ എന്ന് പറയുന്നത് 2ഉം ബി എന്ന് പറയുന്നത് -3യുമാണ്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? യെസ് എക്സ് പ്ലസ് എ ആര്, എക്സ് പ്ലസ് ബി ആര്, അതായത് എക്സ് പ്ലസ് എ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 2 ആണ്. എക്സ് പ്ലസ് -3 എന്ന് പറയും. ഈ പ്ലസും മൈനസും കൂടി വരുമ്പോൾ എന്ത് വരടാ? എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് മൈനസ് വരുമ്പോൾ -3. ദാ കിട്ടിപ്പോയി. വളരെ ഈസി അല്ലടാ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ആൻസർ ചെയ്യാം. യെസ്. അടുത്തതാണ് നമ്മൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്, മെത്തേഡ് നമ്പർ 2. ഈ ഒന്നാമത്തെ മെത്തേഡ് പഠിക്കാൻ ഞാനൊക്കെ പണ്ടേ മടിയനായിരുന്നു. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത്, ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ മെത്തേഡ് പഠിച്ചില്ലായിരുന്നു. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇതൊക്കെ ഇത് കുറച്ച് ബുദ്ധിയും വിവരവും വിവേകവും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ -1 കിട്ടണം, ഇങ്ങനെ കാലിച്ചുകൊണ്ട് വരുമ്പോഴേക്കും ബുദ്ധി കുറേ ഉപയോഗിച്ചോലെ. അതിനെ കൊണ്ട് മക്കളെ ഞാനൊക്കെ ചെയ്തത് സെക്കൻഡ് ആയിട്ടുള്ള ഈ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്ന മെത്തേഡ് ആയിരുന്നു. അതിന് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത് എപ്പോഴും അതിനൊരു ജനറൽ ഫോർമുല ഉണ്ട്. ദാറ്റ് ഈസ് ax² പ്ലസ് bx പ്ലസ് c = 0. ഇവിടെ എയും ബിയും സിയും ഒക്കെ എന്താടാ? നമ്പേഴ്സ് ആണെന്ന് നമുക്കറിയാം. ഇവിടെ എയും ബിയും സിയും ഒക്കെ എന്താണ്? നമ്പേഴ്സ് ആണ്. നമ്പേഴ്സ് ആണ്. ആസ് വെൽ ആസ് എ ഈസ് നോട്ട് ഈക്വൽ ടു 0 എന്നൊക്കെ നമ്മൾ പണ്ട് പായ കപ്പലല്ല പണ്ട് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനിയടാ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഈ ഫോർമാറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര മതി കേട്ടോ, അങ്ങോട്ട് ഈക്വൽ ടു 0 ഒന്നും വേണ്ട. ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആയിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. യെസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇതാ പിടിച്ചോ, എന്ത് ഈസിയാ നോക്കി, കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യം. കുഴപ്പമില്ലല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ അല്ലേ? യെസ്, ഈ ഇക്വേഷൻ എൻ്റെ സാറ് ഇതാണോ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ? അത് സിമ്പിൾ ആണ്. സാറ് കൂടെ പറഞ്ഞു നോക്കിക്കോളി. ഈ ഇക്വേഷൻ നമ്മൾ ആദ്യം ഒന്ന് പറയും, എന്നിട്ട് നമ്മളൊന്ന് പാടും. ഇവിടെ നോക്കിക്കോളി. -b നോക്കണേ, -b പ്ലസ് ഓർ മൈനസ് √(b² - 4ac/2a എന്തോന്ന് പറഞ്ഞേ? -b പ്ലസ് ഓർ മൈനസ് √(b² - 4ac/2a. എന്നിട്ട് പറഞ്ഞേ, മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി -b പ്ലസ് ഓർ മൈനസ് √(b² - 4ac/2a = x -b plus or minus √(b² - 4ac/2a = x.
ഈക്വൽ ടു എക്സ്. കൂടെ പാടടാ, കൂടെ പാട്. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac by 2a equal to x equal to x. യെസ് 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 യെസ്. ആ മെത്തേഡ് ഉപയോഗിച്ചതാ ഈ ഒരു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഉപയോഗിച്ച് ഇങ്ങനെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇവിടെ നമ്പറിനൊക്കെ കുറച്ച് കനം കൂടും കേട്ടോ. നമ്മൾ എ പ്ലസ് ബി, എ ഇൻറ്റു ബി ഒക്കെ ഈ ചെറിയ നമ്പറൊക്കെ അതാ 1 6 ഒക്കെ അതാ ഇവിടെ 1 6 ഒക്കെ വന്നാൽ ഓക്കെ. ഇങ്ങനെ 2 2 1 ഒക്കെ വന്നു കഴിഞ്ഞാൽ പണി പാടൂലേ. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്നത്. സാറ് കൂടെ ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷനിൽ എക്സ് സ്ക്വയറിന് മുമ്പുള്ള ആളുടെ പേരാണ് എ. ആരാ ഇക്വേഷന്റെ മുമ്പിലുള്ളത്? എക്സ് സ്ക്വയറിന്റെ മുന്നിൽ 1 ഉണ്ട്, കാണായിട്ടാണ്. ബി എന്ന് പറഞ്ഞാൽ ആരാന്നറിയാം മക്കളെ? ഇവിടെ എക്സിന്റെ മുമ്പിലുള്ളത് -30. നിങ്ങൾ കണ്ടില്ലേതാ -30. അടുത്ത സി എന്ന് പറഞ്ഞാൽ ഇവിടെ 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 അവസാനം ഉണ്ടാകുന്ന സിംഗിൾ ആയിട്ട് നിൽക്കുന്ന മനുഷ്യൻ, ദാറ്റ് ഈസ് സി, ദാറ്റ് ഈസ് 2 2 1. എയും ബിയും സിയും കറക്റ്റ് ആയിട്ട് എഴുതിയെടുക്കുക. എന്നിട്ട് ഇക്വേഷനിലേക്ക് ചാമ്പി കൊടുക്കുക. ഇവിടെ നോക്കിയോളി, വളരെ സിമ്പിൾ ആണ് ഇക്വേഷൻ. എക്സ് ഈസ് ഈക്വൽ ടു പറയേ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac by 2a equal to x equal to x. ഇവിടെ നോക്കടാ, ഈ എക്സ് ഈസ് ഈക്വൽ ടു മുകളിലുള്ള ഇക്വേഷനിലെ എല്ലാ സാധനവും താട്ടി ചെയ്തണം കേട്ടോ. മൈനസ് ഉണ്ട്, മൈനസ് ഇട്ടു. ബി ഉണ്ട്, ബി ആരാ? ബി -30. അത് വേറെ മൈനസും വേറെ 30 ആണ്. കൃത്യമായിട്ട് ആഡ് ചെയ്തണം. പ്ലസ് ഓർ മൈനസ്, അവിടെയാണ് കുട്ടികൾക്ക് തെറ്റിപ്പോവാറ് കേട്ടോ. ഇവിടെ മൈനസ് ചിലപ്പോൾ ഒരു മൈനസ് ഇവിടെ ഉണ്ടല്ലോ, പിന്നെ ഇവിടുത്തെ മൈനസ് എടുക്കണമെന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. ഇവിടെ മൈനസ് ഉണ്ട്, ബിക്ക് വേറെ മൈനസ് ഉണ്ട്, അപ്പോൾ ഇവിടെ 2 മൈനസ് വരും. 2 മൈനസ് വന്നാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അത് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യും. യെസ് പറയും. ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ -30യുടെ സ്ക്വയർ -4 × 1 × 2 2 1 by 2 × 1. കുഴപ്പമില്ലല്ലോ. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസും മൈനസും വന്നാൽ എന്താ? മൈനസും മൈനസും വന്നാൽ എന്താവും? പ്ലസ് ആവും. അത് നാട്ടുകാരെ മുഴുവൻ കാണിക്കണമല്ല. 30 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 30യുടെ സ്ക്വയർ ആരാടാ? 30യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 900. കുഴപ്പമുണ്ടോ? മൈനസ് ആരുണ്ട്? 4 × 1 × 4. എടാ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ചില കുട്ടികൾക്ക് തെറ്റിപ്പോകുക. ഈ സ്ക്വയറിന് ശേഷം നിങ്ങൾ എത്ര മൈനസ് ഉണ്ടെന്ന് എണ്ണി നോക്കുക. എപ്പോഴും സ്ക്വയറിന് ശേഷം ഒരു മൈനസ് ആണെങ്കിൽ നമ്മൾ മൈനസ് ഇടും. 1 മൈനസ് ആണെങ്കിൽ മൈനസ്, 2 മൈനസ് ആണെങ്കിൽ നമ്മൾ പ്ലസ് ഇടും, 3 മൈനസ് ഉണ്ടെങ്കിൽ മൈനസ് ഇടും. അപ്പോൾ നമുക്ക് ബേസിക്കലി ഇവിടെ സ്ക്വയറിന് ശേഷം 1 മൈനസോ 2 മൈനസോ ആണ് വരാറ്. 1 മൈനസ് വന്നാൽ നിങ്ങൾ മൈനസ് മാത്രമേ ഇടാൻ പാടുള്ളൂ. 2 മൈനസ് വന്നാൽ നിങ്ങൾ പ്ലസ് ഇടണം. ഓക്കെ. 4 × 1 4 ആണ്. 4 × 2 2 1 എന്ന് പറയുമ്പോൾ 8 8 4 ആണ്. ഓൾ ഡിവൈഡ് ബൈ 2 × 1 എത്ര? 2 ആണ്. ഓക്കെ ആണോ? യെസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു പറയടാ 30 പ്ലസ് ഓർ മൈനസ് റൂട്ട്. എടാ 900 നിന്നും 884 കുറച്ചാൽ ബാക്കി എത്ര ഉണ്ടാവും? 16/2. കുഴപ്പമുണ്ടോ? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു നോക്കണേ 30 പ്ലസ് ഓർ മൈനസ് 16ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 4 അല്ലേ? /2. സെറ്റാണോടാ? സെറ്റാണോടാ? ഇവിടെ നോക്കിയോളി. ഇനി നിങ്ങൾ അങ്ങോട്ട് 2 ഉത്തരമായിട്ട് ചെയ്തു പോകണം. ദാറ്റ് ഈസ് നത്തിങ്. എക്സ് ഈസ് ഈക്വൽ ടു 30 പ്ലസ് 4 എന്ന് എഴുതണം ആദ്യം. 30 പ്ലസ് 4/2. അടുത്ത എക്സ് ഈസ് ഈക്വൽ ടു 30 മൈനസ് 4/2. ഡൗട്ട് ഉണ്ടോ? ദാറ്റ് ഈസ് എന്താ സംഭവിക്കുന്നത്? ഇവിടെ നോക്കി. എക്സ് ഈസ് ഈക്വൽ ടു 30 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 34/2 ആണ്. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 17. ഈ പ്ലസ് 17 ഈക്വലിന് അപ്പുറത്തേക്ക് കൊണ്ടുവന്നത് എന്താടാ? എക്സ് -17 ആയി. ഓക്കെ അല്ലേ? അതുപോലെ മറ്റേ സൈഡ് ഒന്ന് ചെയ്തേ. എക്സ് ഈസ് ഈക്വൽ ടു 30 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 26/2. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 13 എന്ന് കിട്ടും. ഈ പ്ലസ് 13 ഈക്വലിന് അപ്പുറത്തേക്ക് കൊണ്ടുവന്നത് എന്താ? ഇവിടെ എക്സ് -13 എന്നാവും. ഓക്കെ അല്ലേ? ഇവിടെ ശ്രദ്ധിക്കുക. ഈ അടിയിലുള്ള ഈ സാധനമല്ലേ, ഇതിന് പറയുന്ന പേരാണ് ഫാക്ടർ. ഇതിന് പറയുന്ന പേരാണ് ഫാക്ടർ. സാർ ഇവിടെ എഴുതി തരാം. യെസ്. ഈ അടിയിലുള്ള ഈ സാധനത്തിന് പറയുന്ന പേരാണ് ഫാക്ടർ. പരീക്ഷയ്ക്ക് നമുക്ക് 2 രീതിയിലാണ് ചോദിക്കുക. ഒന്ന് ഫാക്ടർ കണ്ടുപിടിക്കാൻ പറയും, ആസ് വെൽ ആസ് ഒന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറയും. എന്ത് കണ്ടുപിടിക്കാൻ പറയും? സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറയും. ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടിയിലേക്ക് ആക്കിയിട്ട് എക്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയതിന് ശേഷമുള്ളതാണ്. ഈ മുകളിലുള്ള സാധനം എക്സിൻ്റെ വാല്യൂക്ക് പറയുന്ന പേരാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ രണ്ടുമാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ പോകുന്നത്. സോ ഈ 2 രീതിയിൽ നമ്മൾ എഴുതി പഠിക്കണം. സെറ്റാണെന്ന് വിചാരിക്കുന്നു. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, വേഗം നോക്കിയോളി. എ ആരാ? ഇവിടെ എ ആരാ? വേഗം പറഞ്ഞേ. എ എന്ന് പറഞ്ഞാൽ ആരാ?
എ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിന് മുമ്പിലുള്ള ആള് 1, ബി എന്ന് പറഞ്ഞാൽ ആരാ 4. ഇവിടെ എന്താ മൈനസ് ഇല്ലാത്ത സാറേ? ഇവിടെ മൈനസ് ഉണ്ടായിരുന്നല്ലോ. എടാ ഇവിടെ നോക്കടാ, ഇവിടെ മൈനസ് ഇല്ലടാ, ഇവിടെ മൈനസ് അല്ല, ഇവിടെ പ്ലസ് ആണ്. അതുകൊണ്ടാണ് കേട്ടോ. യെസ്, കമ്മിങ് ബാക്ക്. അടുത്തത് സി ആരാണ്? സി എന്ന് പറഞ്ഞാൽ -2 to 1. കുഴപ്പമുണ്ടോ? ഇവിടെ മൈനസ് വന്നത് ഇതിനിവിടെ മൈനസ് ആയതുകൊണ്ടാണ് കേട്ടോ. 2 to 1 മുന്നേ മൈനസ് ആയതുകൊണ്ടാണ്. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് പോട്ടെ. എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac by 2a equal to x പറയടാ. -4 ഇവിടെ എന്താ 2 മൈനസ് ഇല്ലാത്ത? ഇവിടെ ബിക്ക് എന്തില്ല? മൈനസ് ഇല്ല, അതുകൊണ്ട് ഒരു മൈനസ് ഇട്ടു. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4 സ്ക്വയർ മൈനസ് 4 into 1 into 2 to 1 by 2 into 1. കുഴപ്പമില്ലല്ലോ. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു -4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4ന്റെ സ്ക്വയർ ആരാടാ? 4ന്റെ സ്ക്വയർ 16. ഇനി നിങ്ങൾ നോക്കണേ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ സ്ക്വയറിന് ശേഷം എത്ര മൈനസ് ഉണ്ട് നോക്കണം. ഇവിടെ 2 മൈനസ് ഉണ്ട്, കാരണം ഈ 2 to 1 മൈനസ് ഉണ്ട്, ഇവിടെയും മൈനസ് ഉണ്ട് അല്ലേ? ഇവിടെ 2 to 1 മൈനസ് ഉണ്ട്, ഇവിടെയും മൈനസ് ഉണ്ട്, 2 മൈനസ് ഉണ്ട്. ഇവിടെ സി മൈനസ് ആണ്, അപ്പോൾ 2 മൈനസ് വരുമ്പോൾ എന്താ ഇവിടെ പ്ലസ് ആവും. കുഴപ്പമില്ലല്ലോ. 4 into 1 into 2 to 1 എന്ന് പറയുമ്പോൾ എത്രയാടാ? 4 into 2. 4 into 1 4 ആണ്. 4 into 2 എന്ന് പറഞ്ഞാൽ 84 എന്ന് വരും. കുഴപ്പമില്ലല്ലോ. ഡിവൈഡഡ് ബൈ 2 into 1 2 ആണ്. 2 into 1 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു പറയടാ -4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 900. ഇത് രണ്ട് കൂട്ടിയ 900 അല്ലേ? ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു പറയും -4 പ്ലസ് റൂട്ട് 900 എന്ന് പറഞ്ഞാൽ 30/2 എന്ന് എഴുതാം. അതുപോലെ തന്നെ എക്സ് ഈസ് ഈക്വൽ ടു -4 മൈനസ് 30/2 എന്ന് എഴുതാം അല്ലേ? റൂട്ട് 900 എന്ന് പറഞ്ഞാൽ 30 അല്ലേ? യെസ്, വേഗം ചെയ്തേ. എക്സ് ഈസ് ഈക്വൽ ടു -4 പ്ലസ് 30 എന്ന് പറയുമ്പോൾ 26/2. എക്സ് ഈസ് ഈക്വൽ ടു 13 എന്ന് കിട്ടി. ഇപ്പുറത്തെ സൈഡിലോ എക്സ് ഈസ് ഈക്വൽ ടു -34/2. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു -17 എന്നും കിട്ടി. എന്ത് കിട്ടിയടാ നമുക്ക്? എന്ത് കിട്ടി? രണ്ടിൻ്റെയും എന്ത് കിട്ടി? സൊല്യൂഷൻ കിട്ടി. എന്ത് കിട്ടി? സൊല്യൂഷൻ കിട്ടി. നമുക്ക് സൊല്യൂഷൻ ആണോ വേണ്ടത്? അല്ല, നമുക്ക് ഫാക്ടർ ആണ് വേണ്ടത്. സോ ഈ +13 അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? എക്സ് -13 എന്നാവും. അപ്പുറത്തുള്ള -17 അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എക്സ് +17 എന്നും ആവും. സോ 2 ഫാക്ടറും കിട്ടി, 2 സൊല്യൂഷനും കിട്ടി. യെസ് 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 യെസ്. അവസാനത്തെ പോയിന്റിലേക്ക് കടക്കാൻ പോവാണ്. ഇറ്റ്സ് ഗ്രാഫ്. ഗ്രാഫ് എന്ന് പറയുന്നത് ഒന്നുമില്ല, നിങ്ങൾ ഈ പറയുന്ന ഈ 2 സാധനമല്ലേ, ഈ ഫാക്ടർ, നമ്മുടെ സൊല്യൂഷൻ ഇല്ലേ എടാ, നമ്മുടെ സൊല്യൂഷൻ ഇല്ലേ, ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടാവില്ലേ? നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടാവും ഗ്രാഫിൽ. ഈ എക്സ് ആക്സിസും വൈ ആക്സിസിലുമുള്ള കോൺസെപ്റ്റിൽ ഈ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റിന് പറയുന്ന പേരാണ് നമ്മുടെ ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത്. വൈ ഈക്വൽ ടു എപ്പോഴും 0 ആയിരിക്കും. കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഗ്രാഫിൽ എവിടെയാണ് ഇതിന് ഇന്റർസെക്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പോയിന്റ് എടുക്കുക. അപ്പോൾ ഈ തൊട്ട് ചോദ്യത്തിൽ എക്സ് ഈസ് ഈക്വൽ ടു 13 എക്സ് ഈസ് ഈക്വൽ ടു 13 അതുപോലെ തന്നെ എക്സ് ഈസ് ഈക്വൽ ടു -17 എക്സ് ഈസ് ഈക്വൽ ടു -17 ആണ്. എക്സ് ആക്സിസിലുള്ള പോയിന്റ് പ്രത്യേകത എന്ന് പറയുമോ? ആദ്യം ഒരു നമ്പർ, രണ്ടാമതൊരു 0 എന്നാണ്. ആദ്യത്തെ നമ്പർ എക്സിന് പകരം കിട്ടിയ നമ്മൾ നമ്പർ എഴുതുക, 13 എഴുതുക. ഇതാണ് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ്. അടുത്ത പോയിന്റ് എന്തായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു -17 ആയതുകൊണ്ട് -17,0. അതായത് ഈ പറയുന്ന സാധനത്തിൽ എക്സിന്റെ വാല്യൂ നമ്മുടെ ഈ പോയിന്റിൽ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. സെറ്റപ്പ് അല്ലേ? ഇതോടുകൂടി നമ്മൾ ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. പോളിനോമിയൽസിലെ ഒരുവിധം കോൺസെപ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നതേ ഉള്ളൂ. കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സാറ് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. ലൈവിലും അല്ലാതെയൊക്കെ സാറ് കഴിഞ്ഞ ദിവസം ഇന്നലെയും മെനയാന്നൊക്കെ ആയിട്ട് നമ്മൾ ലൈവിൽ പോളിനോമിയൽസിൽ എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഒരു വൺ ഷോട്ട് ആയിട്ട് കോണ്ടന്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നത്. സോ പാട്ട് മറക്കരുത്. ഏതാണ്? മാണിക്യം മലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a equal to x. Yes, it's me, what I can signing off from RKNX. Bye bye, see you later.